ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. കഴിഞ്ഞ ദിവസത്തെ 2 വീഡിയോയിലും വിശദമായി ഏകാദശി വ്രതത്തെ പറ്റിയും അതിൻ്റെ മഹത്വത്തെ പറ്റിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. അതുകൂടെ നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. ഏകാദശികളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. നാളെയാണ് സ്വർഗവാതിൽ ഏകാദശി. ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത്. നാളെ വെള്ളിയാഴ്ച എന്നതും ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ വൈകുണ്ഠ ഏകാദശിയുമാണ്. വൈഷ്ണവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണിത്. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണിതെന്നും അതിനാൽ അന്ന് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു. മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തൃശ്ശൂരിലെ തിരുവമ്പാടി ക്ഷേത്രം, പെരിങ്ങോട് ധന്വന്തരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇത് ആഘോഷ ദിവസമാണ്. ക്ഷേത്രത്തിലെ ഒരു വാതിലിൽ കൂടി കടന്ന് പുറവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നതാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ വ്രതം പൂർണ്ണമാക്കുന്നത്. അതിലൂടെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം. സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. ശ്രീരംഗം, തിരുപ്പതി, ഗുരുവായൂർ തുടങ്ങിയ എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെയാണ് ഈ ദിവസം ആചരിച്ചു വരുന്നത്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുള്ള ഒരു പ്രത്യേക വാതിൽ അലങ്കരിച്ച് സ്വർഗവാതിലായി കണക്കാക്കി രാത്രി 8 മണിക്ക് പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നു. അതിനുശേഷം 8:30 മണിക്ക് നടക്കുന്ന ശീവേലിയിൽ ഭഗവാനെ സിംഹാസന വാഹനത്തിൽ എഴുന്നള്ളിക്കുന്നതാണ് മറ്റൊരു പ്രധാന ചടങ്ങ്. നാളെ ഏകാദശി ദിനത്തിൽ തീർച്ചയായും ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ മന്ത്രം നാളെ രാവിലെയോ വൈകിട്ടോ ജപിക്കാവുന്നതാണ്. 9, 18, 21 അങ്ങനെ അവരവർക്ക് കഴിയുന്ന എണ്ണത്തിൽ നാളെ ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. സർവമോക്ഷപ്രാപ്തിക്കും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതിനും ഏകാദശി ദിവസം ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം. വിഷ്ണു ശാന്താകാര മന്ത്രം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഹനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. ഒരിക്കൽ കൂടി നോക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഏവർക്കും ഏകാദശി ദിനമായ നാളെയും അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി ആശംസകൾ ഏവർക്കും നേരുന്നു. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നാരായണ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്ന് പറയുന്നു. മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.